ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മേരീസ് വണ്ടർ വേൾഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളത്തെ ബ്രേക്കിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ. കാരണം ഇന്ന് 24-ാം തീയതി രാത്രി 9:45 അപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ളൊരു പള്ളിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഗുജറാത്തിലാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇവിടെ സപ്നനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ കാത്തലിക് ചർച്ച് ഉണ്ട്. അപ്പോൾ അവിടെ 11 മണിക്കാണ് കുർബാനയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നല്ല തണുപ്പുണ്ട്. നല്ല ജാക്കറ്റ് ഇട്ട് അതിൻ്റെ മേളിൽ ഷോളും പുതച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും ഇരുട്ടായതുകൊണ്ടൊന്നും കാണത്തില്ലായിരിക്കും. എന്നാലും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങുവാണ്. ഇങ്ങനെയാണ് നമ്മൾ പുറത്തിറങ്ങേണ്ടത്, അല്ലെങ്കിൽ പൊടി കാരണം നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റില്ല. പിന്നെ കണ്ണിൽ പൊടി കയറാതിരിക്കാനായിട്ട് ഇതേപോലെ ഒരു ഗ്ലാസും കൂടെ അങ്ങ് വയ്ക്കുക. സെറ്റായില്ലേ? ഇതാവുമ്പോൾ നമുക്ക് സേഫായിട്ട് അലർജി ഒന്നും ഉണ്ടാവാതെ പൊടിയൊന്നും അടിക്കാതെ പോയിട്ട് വരാം. കാരണം ഇവിടെ രാവും പകലും ഫുൾ പൊടിയുടെ അകത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ശരി, നമുക്കെന്നാൽ പോകാം. നമ്മളങ്ങനെ പള്ളിയിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. കുട്ടു എൻ്റെ പുറകെ വരുവാ. കുട്ടു നമ്മളങ്ങനെ തുറക്കൂ. നമ്മളങ്ങനെ പള്ളിക്കകത്ത് കയറി. സൂപ്പർ, നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇതാണ് ഗൈസ് ഗാന്ധിധാമിലെ സെൻറ്റ് തോമസ് കാത്തലിക് ചർച്ച്. അപ്പോൾ ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുൽക്കൂടൊക്കെ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ണീശനെ വെക്കാറായിട്ടില്ല, അതാണ് ആ വൈറ്റ് ക്ലോത്ത് ഇട്ടിരിക്കുന്നത്. 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും പ്രാർത്ഥനയോട് കൂടി ഉണ്ണീശനെ ഇവിടെ എത്തിക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ വന്നു. 11 മണിക്കാണ് കുർബാന. പക്ഷെ നമ്മൾ ആക്ച്വലി ഒരു 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എത്തി. ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളാണ് ആദ്യം വന്നത് കേട്ടോ. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പള്ളിയുടെ അകവും എല്ലാം നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഭൂരിഭാഗവും മലയാളികളാണ്, 80% മലയാളികളാണ്. അച്ഛനും സിസ്റ്റേഴ്സും ഒക്കെ മലയാളികളാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് കുട്ടേട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അതേപോലെ തന്നെ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ കൂടെയാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെ കുർബാന ഇതേ തുടങ്ങാറായി. പള്ളിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം അങ്ങനെ അവസാനിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമായി. നാട്ടിൽ നിന്ന് പോരുമ്പോൾ ഇങ്ങനൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുമെന്നോ പള്ളി വരാൻ പറ്റുമെന്നോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവം കനിഞ്ഞ് എല്ലാം നന്നായിട്ട് തന്നെ നടന്നു. നേരെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.